ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയവനായ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളോട് ഘോഷിപ്പാൻ ദൈവൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വിലയേറിയ സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കിന്ന് രാത്രിയിൽ ചിന്തനത്തിനായ ഒരു വാക്യം വായിക്കാം. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. ദ ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 16. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. Redeem the time because the days are evil. നമുക്കറിയാം സമയം വളരെ ബലപ്പെട്ടതാണ്. ഇതിനെ വിലയുള്ളതായി കണക്കാക്കുന്ന പലരുണ്ട്. എന്നാൽ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ നഷ്ടപ്പെട്ട സമയത്തെ ഓർത്ത് അല്ലെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് വിലപിക്കുന്ന അനേക ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തങ്ങൾക്ക് ലഭിച്ച സമയത്തിൻ്റെ വില അവരറിയാതെ പോയതുകൊണ്ട് അത് പോയി കഴിഞ്ഞ് അതിനെ ഓർത്ത് സങ്കടപ്പെടുകയും വിലപിക്കുകയും ചെയ്യുന്ന അനേക ആളുകളുണ്ട്. ടൈം ഈസ് വെരി പ്രഷ്യസ്. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ നമുക്ക് പിന്നീട് ഒരിക്കലും മടക്കി കിട്ടാത്ത ഒന്നാണ് സമയം. ഒരു ദൈവബദലിനെ സംബന്ധിച്ചിടത്തോളം സമയത്തിൽ വളരെ വിലയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറയുന്നത് സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുക എന്ന്. എന്താ അതിൻ്റെ അർത്ഥം? ബുദ്ധിപരമായി ബുദ്ധിയോടെ അതിനെ ഉപയോഗിക്കുക, നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. മറ്റാരുടെയും കൈവശം നമ്മുടെ സമയം പോകാതെ, മറ്റേതെങ്കിലും ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മുടെ സമയത്തെ നാം വിനിയോഗിക്കാൻ കഴിയാതെ, അത് ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ജീവിതത്തിൽ പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് നമുക്കിടയാകണം. അല്ലെങ്കിൽ നമ്മുടെ സമയം വേസ്റ്റായി പോകും. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പറയത്തില്ലേ, വെറുതെ അത്ര സമയം കളഞ്ഞു, ആ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്തോ പ്രയോജനമുണ്ടായിരുന്നേനെ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നമ്മൾ ആരെയെങ്കിലും കാത്തു നിൽക്കും. നാം കാത്തു നിന്നിട്ട് ആ പറഞ്ഞ വ്യക്തി, വരാമെന്ന് പറഞ്ഞ വ്യക്തി വന്നില്ല. എന്തോ അദ്ദേഹം മറന്നുപോയതായിരിക്കും, അല്ലെ അദ്ദേഹത്തിന് എന്തെങ്കിലും മറ്റാവശ്യമുണ്ടായതായിരിക്കാം. 1, 2, 3 മണിക്കൂറൊക്കെ കാത്തു നിന്നിട്ട് നമ്മൾ പറയും, ഓ ആ സമയം വെറുതെ നമുക്ക് വേസ്റ്റായി പോയല്ലോ, അത് തിരിച്ചു കിട്ടത്തില്ലല്ലോ. അപ്പോൾ സമയത്തിന് വളരെയധികം വിലയുണ്ട്. അതുകൊണ്ട് വളരെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, പ്രയോജനകരമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം നാം ഉപയോഗിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്? ഇത് നമ്മൾ ചെയ്തില്ല എങ്കിൽ താവിൻ്റെ വചനം നമ്മോട് പറയുന്നു, നാം ദൈവമുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രത്യേകിച്ച് റോമർ 14:12 വായിക്കുന്നുണ്ട്, ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആമേൻ. We have to give account for many things. അതിലൊന്നാണ് നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, നമ്മെ ദൈവം ഏൽപ്പിച്ച വസ്തുവകൾ, പണം, ഉത്തരവാദിത്തങ്ങൾ എല്ലാത്തിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്നാൽ സമയം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരുപാട് കാരണങ്ങൾ നമുക്ക് സമയം വിലപ്പെട്ടതാണ്, സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് കാരണങ്ങളുണ്ട് ബൈബിളിൽ പറയാനായിട്ട്. 1-2 പ്രധാന കാരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ സമയം വളരെയധികം പരിമിതമാണ്. സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുസ്, നമുക്ക് ദൈവം കൽപ്പിച്ചിട്ടുള്ള ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ് വളരെ പരിമിതമാണ്. അവർ ലൈഫ് ഈസ് വെരി ഷോർട്ട്. നമുക്കറിയത്തില്ല നമ്മൾ എന്ന് വരെ ജീവിക്കുമെന്ന്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അടുത്ത മണിക്കൂറിൽ ഞാൻ എവിടെയായിരിക്കും, ഞാനിവിടെ ഉണ്ടോ, അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അത്രമാത്രം വളരെയധികം സങ്കീർണമായ ഒരു കാര്യമാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഇതെല്ലാം. ദൈവം അനുവദിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സങ്കീർത്തനക്കാരിൽ
പലരും നമ്മൾ കാണുന്നുണ്ട്, പല സങ്കീർത്തനങ്ങളും ഇതിനെക്കുറിച്ച് ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിയോടെ നമ്മുടെ സമയത്തെ ചെലവഴിക്കണമെന്ന് സങ്കീർത്തനക്കാർ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. 90 സങ്കീർത്തനത്തിൽ, മോശ എഴുതിയ സങ്കീർത്തനത്തിൽ 12 വാക്യത്തിൽ താൻ ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ജ്ഞാനമുള്ളൊരു ഹൃദയം. എന്തിനാ ജ്ഞാനം? ഞങ്ങളുടെ നാളുകൾ, ഞങ്ങളുടെ സമയങ്ങൾ, ഞങ്ങളുടെ ആയുസ്, ഇനി ലഭിച്ചിരിക്കുന്ന ശിഷ്ടമുള്ള സമയം, അത് ബുദ്ധിയോടെ, കരുതലോടെ, ദൈവാശ്രയത്തോടെ, ദൈവ ഇഷ്ടത്തിൽ ചെയ്യുവാൻ, മുമ്പോട്ട് പോകുവാൻ ദൈവമേ ഞങ്ങളെ ഉപദേശിക്കണമേ. 39 സങ്കീർത്തനത്തിൻ്റെ 4-5 വാക്യങ്ങൾ, Psalms 39, 4 and 5. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. എന്നിട്ട് പറയുന്നു, ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. 5-ാം വാക്യം പറയുന്നു, ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിൻ്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. താൻ എന്നും മരിക്കുമെന്നല്ല ദാവീദ് ഇവിടെ ചോദിക്കുന്നത്, എത്ര നാൾ ജീവിച്ചിരിക്കുമെന്നല്ല ചോദിക്കുന്നത്. എന്താ എൻ്റെ കാര്യം? കർത്താവ്, എൻ്റെ അവസാനവും എൻ്റെ ആയുസ് എത്ര ഉണ്ടെന്നൊക്കെ എനിക്കൊന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ, ശിഷ്ടമുള്ള കാലം എനിക്ക് ബുദ്ധിയോടെ ദൈവത്തോട് കുറച്ചുകൂടെ പറ്റിച്ചേർന്നിരുന്നു കൊണ്ട്, ദൈവത്തിന് കുറച്ചുകൂടെ ചെയ്യാൻ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട്, ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെന്ന് ആരാഞ്ഞുകൊണ്ട്, ഓരോ ചുവടുകളും ശ്രദ്ധയോടെ വെക്കുവാൻ, ഓരോ ചുവടുകളും കരുതലോടെ വെക്കുവാൻ കർത്താവ് എനിക്കിടയാകും. എപ്പോഴാ? എൻ്റെ അവസാനം എത്രയാണെന്ന് എന്നെ അറിഞ്ഞാൽ, എൻ്റെ ആയുസ്സിന് എത്ര ദൈർഘ്യമുണ്ടെന്ന് എനിക്കൊന്ന് മനസ്സിലായാൽ. ആമേൻ. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കൾ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് താങ്കൾക്ക് നിശ്ചയമായിട്ട് പറയാൻ കഴിയുമോ? ഏതെങ്കിലും രീതിയിലൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു സൂചന താങ്കൾക്ക് അതിനെക്കുറിച്ച് ലഭിക്കുന്നുവെങ്കിൽ ശിഷ്ടമുള്ള സമയം വളരെ നന്നായി ചെയ്യുവാനായിട്ട് താങ്കൾക്കിടയാകത്തില്ലേ? ഒരിക്കൽ ഹിസ്കിയാ രാജാവിനോട് യഹോവ ദൈവം ദൂതറിയിച്ചു. പ്രവാചകനായ യെശയ്യാവ് വന്ന് ഹിസ്കിയാവിനോട് പറയുന്നു, നിന്റെ ഗ്രഹകാര്യമെല്ലാം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ പെട്ടെന്ന് മരിക്കാൻ പോകുക. ഹിസ്കിയാവിന് വളരെയധികം പ്രയാസമുണ്ടായി. അവിടെ നമ്മൾ വായിക്കുന്നത്, ഹിസ്കിയാവ് ദൈവത്തോട് വളരെ കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്താ താൻ പ്രാർത്ഥിച്ചത്? തൻ്റെ ആയുസ് നീട്ടി തരണമെന്നല്ല. യെശയ്യാവിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നു: അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. താൻ ഇതുവരെ എങ്ങനെ ജീവിച്ചു എന്ന്, താൻ ഇതുവരെ എങ്ങനെ ചുവടുകൾ വെച്ചുവെന്ന് ദൈവമേ നീ ഒന്ന് ഓർത്താൽ മാത്രം മതി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്കോ എനിക്കോ ഒരുപക്ഷെ ഇങ്ങനെ പറയുവാനുള്ള ആത്മവിശ്വാസം ഇല്ലായിരിക്കാം. ആമേൻ. നമ്മുടെ നടപ്പ് ദൈവമുമ്പാകെ എങ്ങനെയായിരുന്നു? ദാവീദ് പറയുന്നുണ്ട്, എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. ഞാൻ അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. എൻ്റെ നടപ്പിൻ പ്രകാരം നീ എനിക്ക് പകരം നൽകി. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ യഹോവ കേൾക്കില്ലായിരുന്നു. എന്നാൽ യഹോവ എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, എൻ്റെ യാചനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവമുമ്പാകെ കടന്നു വന്ന് ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ ഇപ്രകാരം പറയുവാൻ ഒരു ഭക്തന് കഴിയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം തൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദമായി എന്നാണ്. ഹിസ്കിയാവിൻ്റെ ജീവിതം കണ്ടതുകൊണ്ടാണ് യഹോവ അവന് പിന്നീട് 15 സംവത്സരം നീട്ടിക്കൊടുത്തുവെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. തന്നെയുമല്ല, തനിക്ക് ശത്രു സംഹാരത്തിനുള്ള എല്ലാ വഴികളും ദൈവം തുറന്നു കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം വെറും 4 വിരൽ നീളമുള്ളതാണ്.
ആമേൻ. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. അടുത്ത വാക്യം വളരെ ചിന്തനീയമാണ്. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. എന്ന് വെച്ചാൽ നാളെ നിങ്ങൾ ഉണ്ടോയെന്ന് അറിയത്തില്ല, നാളെ നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല, നാളെ നിങ്ങൾ രോഗിയായിട്ട് കിടന്നുവോ എന്നറിയത്തില്ല. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് യാക്കോബ് തന്നെ അവിടെ പറയുന്നുണ്ട് 15-ാം വാക്യത്തിൽ 4-ാം അധ്യായത്തിൻ്റെ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. നിങ്ങൾ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. അപ്പോൾ നമ്മുടെ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു കാരണം നമ്മുടെ ലൈഫ് വളരെ ഷോർട്ടാണ്. നമ്മൾ അല്പായുക്കളാണ്. നൈമിഷികമായ ജീവിതം കഴിച്ചുകൂട്ടുന്നവരാണ്. യാക്കോബ് പറയുന്നത് ആവി പോലെ കഴിഞ്ഞു പോകുന്നു. ഇന്നലെ കണ്ടു, അല്ലെങ്കിൽ ഇന്ന് രാവിലെ കണ്ടു, പിന്നെ അരിഞ്ഞു വാടിപ്പോകുന്ന പുല്ല് പോലെ. വൈകുന്നേരത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ സ്ഥലം പോലും കാണത്തില്ല. രണ്ടാമത്തെ കാരണം ഇവിടെ തന്നെ നമ്മൾ വായിച്ച കുറിവാക്യത്തിലുണ്ട്: ദ ഡേയ്സ് ആർ ഈവിൾ. ഇത് ദുഷ്കാലമാകിയാൽ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്ന ഈ കാലം തിന്മയുടെ കാലമാണ്. തിന്മ വർദ്ധിച്ച് വർദ്ധിച്ച് അതിൻ്റെ അതിപ്രസരത്തിൽ എത്തിയിരിക്കുന്നു എന്ന് ഒരു പക്ഷേ അത്രയും പറയാൻ പറ്റത്തില്ലെങ്കിലും വളരെയധികം തിന്മ വർദ്ധിച്ച് എല്ലാ മേഖലകളിലും തിന്മയുടെ അതിപ്രസരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങളിൽ, സഭകളിൽ എവിടെയാണ് തിന്മ കയറിക്കൂടാത്തത്? അതിൻ്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന നമ്മുടെ വിലപ്പെട്ട സമയത്തെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ കഴിയാതെ നമ്മെ വഴിതെറ്റിക്കുന്ന തിന്മയിലേക്ക് നമ്മെ നയിക്കുന്ന നിരവധി മോഹങ്ങളും പ്രലോഭനങ്ങളും ഈ തിന്മ നിറഞ്ഞ ലോകത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നു, നിങ്ങൾ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. പിന്നെ പറയുന്നു, നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപമാകരുത്. ഈ ലോകത്തിൻ്റെ സിസ്റ്റമുമായിട്ട്, ലോക വ്യവസ്ഥയുമായിട്ട് യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകണ്ട, കോംപ്രമൈസ് ചെയ്യാൻ പോകണ്ട. ലോകവും അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകുന്നതാണ്. ദൈവഷ്ടം ചെയ്യുന്നവൻ എന്നേക്ക് നിലനിൽക്കുന്നുവെന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായം 17-ാം വാക്യത്തിലുണ്ട്. അപ്പോൾ നമ്മെ നിരവധി മോഹങ്ങളും പ്രലോഭനങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മെ വല്ലാതെ വഞ്ചിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. ലോകം നമുക്ക് ഒത്തിരിയും കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. ലോകത്തിൽ നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഓഫറുകളെല്ലാം സ്വീകരിക്കാൻ പോയാൽ നമ്മളെ കാര്യം അധോഗതിയാകട്ടോ. ആമേൻ. അതുകൊണ്ട് നാം വളരെ കരുതലോടെ ആയിരിക്കണം. ധന്യനായ പൗലോസ് ശ്ലീഹ ഈ അധ്യായത്തിൽ തന്നെ, എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ തന്നെ പല കാര്യങ്ങളെടുത്ത് പറയുന്നുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, വ്യർത്ഥവാക്കുകൾ, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾ കൂട്ടാളികളാകരുത് എന്നിങ്ങനെ പലതും പറയുന്നു. ഒരു കാര്യം വ്യക്തമായിട്ട് എടുത്തു പറയുന്നു: നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങൾ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. അവിടെ ഒരു കാര്യം കൂടെ പറയുന്നു: ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. അത് കഴിഞ്ഞ് കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർ അനുഷ്ഠിക്കേണ്ട ചുമതലകളെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. ഞാൻ ഈ ഭാഗം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ച 2 കാലം, അത് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്. 1 നോഹയുടെ കാലം, 2 ലോത്തിൻ്റെ കാലം. നമ്മളിങ്ങനെ അത് വായിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 26, ലൂക്ക് ചാപ്റ്റർ 17:26. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ
അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. തിന്നുക, കുടിക്കുക, വിവാഹം കഴിക്കുക, വിവാഹത്തിന് കൊടുക്കുക. ഈ ലോകത്തിൽ സാധാരണ നടക്കുന്ന സംഭവങ്ങൾ. പ്രത്യേകമായിട്ട് എന്തെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷെ മറ്റെന്തെങ്കിലും അവിടെ ഉണ്ടോ? ഇല്ല. തിന്നുക, കുടിക്കുക, ആശ്വസിക്കുക, ആനന്ദിക്കുക. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധ. ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ലോകത്തിലെ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ലോകമെൻ്റെ മോഹം ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. അപ്പോൾ ഒന്ന് നോഹയുടെ കാലം. നോഹയുടെ കാലത്ത് ദൈവം നോക്കിയപ്പോൾ ഭൂമിയിലുള്ള സകല മനുഷ്യരും അഴുക്കായി. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ അനുതപിച്ചു. അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. താൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. എന്നാൽ താഴോട്ട് വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ചരിത്രം നമുക്കറിയാമല്ലോ. നോഹയുടെ ദൈവം പറഞ്ഞു, നീ നിന്റെ കുടുംബവും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകമുണ്ടാക്കുക. നോഹയും തൻ്റെ കുടുംബവും ആകപ്പാടെ 8 പേർ അതിനകത്ത് കയറി. ഈ പെട്ടകം ഉണ്ടാക്കുന്ന സമയങ്ങളിൽ ഏകദേശം 120 വർഷത്തോളം നോഹ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് നടന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് ആളുകളോട് അറിയിച്ചു. ഭൂമിയിൽ മഴ പെയ്യിക്കാൻ പോകുന്നു, ജലപ്രളയം ഉണ്ടാകാൻ പോകുന്നു. ഒരു മനുഷ്യനും അത് ചെവിക്കൊണ്ടില്ല. കാരണം അവർക്ക് ഈ ഭൂമിയിലെ അവരുടെ സമയം അവരുടെ തോന്നിയ കാര്യങ്ങൾ ചെയ്യുവാൻ അവർ വിലപ്പെട്ടതായി കണ്ടു. സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുവാൻ ഇന്ന് മാത്രമല്ല ദൈവം പറയുന്നത്, ഭൂമി ഉണ്ടായ കാലം തൊട്ട്, മനുഷ്യനെ ഉണ്ടാക്കിയ കാലം തൊട്ട് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നാം നമ്മുടെ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണം. ഹല്ലേലൂയ. അവസാനം ജലപ്രളയം വന്നു, എല്ലാവരും നശിച്ചുപോയി. രണ്ടാമത്തെ കാലം ലോത്തിൻ്റെ കാലമാണ്. എന്താ ലോത്തിൻ്റെ കാലം? ലോത്ത് താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് സൊദോം ഗൊമോറ. അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചു. അബ്രഹാം വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചു. ലോത്ത് കൂടെ വന്നുവെങ്കിലും ലോത്തിന് ഇപ്രകാരമുള്ള യാതൊരു കാഴ്ചപ്പാടുമില്ലാതെയാണ് അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് തന്നെ കുറേയധികം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നാം കാണുന്നുണ്ട്, ലോത്തിനും അബ്രഹാമിനും ധാരാളം മൃഗസമ്പത്തുണ്ടായപ്പോൾ അവർ തമ്മിൽ പിരിയുന്ന ഒരു അനുഭവം ഉണ്ടായി. ഹല്ലേലൂയ. വളരെ സങ്കടകരമായൊരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ലോത്തെ അബ്രഹാമിനെ വിട്ടുപിരിയുന്ന സമയമായപ്പോൾ പുസ്തകം 11-ാം അധ്യായത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. അബ്രഹാം ലോത്തിനോട് പറയുന്നു, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ. നാം സഹോദരന്മാരല്ലോ. ദേശമെല്ലാം നിന്റെ മുമ്പാകില്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാൽ നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഇടത്തോട്ട് പോയിക്കൊള്ളാം. അപ്പോൾ ലോത്ത് നോക്കി, യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൂടി ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി നോക്കുമ്പോൾ കാണുന്ന ആ കാഴ്ചപ്പാടിലാണ് ലോത്ത് സോദോം ഗൊമോറയ്ക്കടുത്തുള്ള നീരോട്ടമുള്ള പ്രദേശത്തെ കണ്ടത്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവം കൊടുത്ത കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ പാതയിൽ യാത്ര ചെയ്യുവാൻ തീരുമാനമെടുത്ത് ഇറങ്ങി വന്ന അബ്രഹാമിന്, ഹല്ലേലൂയ, ലോത്ത് ചിന്തിച്ചതുപോലെ ചിന്തിക്കുവാനിടയായില്ല. ആമേൻ. നമ്മളിവിടെ വായിക്കുന്നത്, അപ്പോൾ ലോത്ത് നോക്കി യോർദാനിലുള്ള പ്രദേശമൊക്കെ നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗൊമോറയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം പോലെയുമായിരുന്നു. നോക്കണമേ, ഈ ലോകം എപ്പോഴും നമ്മുടെ മുമ്പിൽ ആകർഷണമായിരിക്കും, ആകർഷതയുള്ളതായിരിക്കും.
അഭിലഷണീയമായ കാര്യങ്ങളാണ് ലോകം നമ്മുടെ മുമ്പാകെ വെച്ച് നീട്ടുന്ന ദൈവവേദന. ലോകം കാണിക്കുന്നത് എപ്പോഴും ഒരിക്കലും മോശമായ കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നാത്ത രീതിയിൽ നമ്മുടെ മനസ്സിനെ മതിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ പൂർണ്ണമായും അങ്ങോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിൽ, വശീകരിക്കത്തക്ക രീതിയിലാണ് ലോകം നമുക്ക് മുമ്പാകെ ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചു തരുന്നത്. ആമേൻ. ലോകത്തിന് ഒരു സംശയമുണ്ടായില്ല. നമ്മൾ പിന്നെ വായിക്കുന്ന ഒരു അപകടകരമായ കാര്യമുണ്ട്. ഇങ്ങനെ ലോത്ത് യോർദാൻ നദികൾ പ്രദേശം തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. അടുത്ത വാക്യം നോക്കണമേ. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്ത് സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. ഹല്ലേലൂയ. ഇന്ന് കൂടാരം നീക്കി അടിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ഇന്ന് ലോകത്തിലുണ്ട്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ കാഴ്ചവസ്തുക്കൾ, ലോകത്തിലെ ഇമ്പങ്ങൾ, ലോകത്തിലെ മേച്ഛമായ ജീവിത രീതികൾ, എൻ്റർടൈൻമെൻറ്റ്സ്, പ്ലഷേഴ്സ്, ഈ ലോകത്തിലെ സന്തോഷം തരുന്ന, ഈ ലോകത്തിലെ ആനന്ദമുണ്ടാക്കുന്ന അനവധി കാര്യങ്ങളിൽ കേട്ടുകൊണ്ട്, കണ്ടുകൊണ്ട്, രസിച്ചുകൊണ്ട്, മതിച്ചുകൊണ്ട് കൂടാരം നീക്കി അടിച്ചു പോകുന്ന അനേകരെ ഇന്ന് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇംഗ്ലീഷ് വായിക്കുന്നത് ലോത്ത് ഹാസ് പിച്ച്ഡ് ഹിസ് ടെന്റ്സ് and moved towards Sodom and Gomorrah. സോദോം ഗൊമോറ നാശപട്ടണമാണ്. ആ നാശപട്ടണം വരെ ചെന്നെത്തപ്പെടാനുള്ള തത്രപ്പാടിൽ താൻ കണ്ടതായ നീരോട്ടമുള്ള പ്രദേശത്തെ വിട്ട് പിന്നെയും നമ്മൾ അക്കരപ്പച്ച എന്ന് പറയത്തില്ലേ, അക്കരപ്പച്ച കൊണ്ട് പിന്നെയും പോകരുത് പ്രിയപ്പെട്ടവരെ. ഇന്ന് കാണുന്നതെല്ലാം മാറിപ്പോകും. ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. ഈ ആകാശവും ഭൂമിയും തീക്ക് വേണ്ടി വെച്ചിരിക്കുന്നുവെന്ന് 2 പത്രോസ് 3-ാം അധ്യായത്തിൽ പറയുന്നു. ഹല്ലേലൂയ. ഏത് വചനത്താൽ ആകാശം ഭൂമിയും സൃഷ്ടിച്ചുവോ അതേ വചനത്താൽ തന്നെ ഇത് ജലപ്രളയത്തിനിരയായി ജലത്താൽ നശിപ്പിച്ചു. അതേ വചനത്താൽ തന്നെ ഇത് അഗ്നിക്കായി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ലോകമെൻ്റെ മോഹം ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്ക് നിലനിൽക്കും. കർത്താവിൻ്റെ ഇഷ്ടം എന്നുവെന്ന് മനസ്സിലാക്കി ബുദ്ധിയോടെ പ്രവർത്തിച്ച് തങ്ങളെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമെന്ന് മോശ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിപ്പാനിടയാകട്ടെ. ആമേൻ. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാ പ്രിയപ്പെട്ടവരെ. കാരണം ഇത് ദുഷ്കാലമാണ്. ഇത് ദുഷ്കാലമാകിയാൽ സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചേ മതിയാകത്തുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നഷ്ടപ്പെട്ടു പോയി, എനിക്ക് പറ്റിയില്ല, പിന്നീട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ദൈവം കൽപ്പിച്ച, ദൈവം അനുവദിച്ച സമയത്ത് ചെയ്തു തീർക്കുന്നവരാണ് ദൈവത്തിന് പ്രസാദമുള്ള കാര്യം ചെയ്യുന്നവർ. ഹല്ലേലൂയ. ലോത്തിന്റെ കാലത്ത് എന്ത് സംഭവിച്ചു? അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. നോഹയുടെ കാലത്ത് ഏറെക്കുറെ അത് തന്നെ. എന്നാൽ നോഹയുടെ കാലത്ത് വിവാഹത്തിന് കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. ലോത്തിന്റെ കാലത്ത് വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വിവാഹം കഴിക്കാതെ തന്നെ പല കാര്യങ്ങൾ അവർ മ്ലേച്ഛമായ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇതെല്ലാവരെയും മുടിച്ചു കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകുമെന്ന് ദൈവവചനം നമ്മോട് മുന്നറിയിപ്പ് തരിക. ഹല്ലേലൂയ. അപ്പോൾ വേർഡ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവവചനം നമ്മോട് പറയുന്നത്, നമ്മൾക്ക് തന്നിരിക്കുന്ന സമയം ഇറ്റ് ഈസ് ഗിവൺ ടു യു ഫോർ ദ മോസ്റ്റ് വാല്യുബിൾ പർപ്പസസ് ഓഫ് ഗോഡ്. ദൈവ ഉദ്ദേശം നിറവേറ്റുവാൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുവാൻ, ദൈവത്തിൻ്റെ പർപ്പസ് നിറവേറ്റപ്പെടുവാൻ, ദൈവം പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നിന്നിൽ കൂടി ദൈവം നിറവേറ്റപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ അതിനുവേണ്ടി ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കുമോ? ആമേൻ. എസ്തേറിനോട് മൊർദെഖായി പറയുന്നൊരു വാക്യമുണ്ട് ഇങ്ങനെ. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ അങ്ങനെ ഹദാക്ക് ചെന്ന് മൊർദെഖായുടെ വാക്ക് എസ്തേറിനെ അറിയിച്ചു. എസ്തേർ മൊർദെഖായിയോട് ചെന്ന് പറയുവാൻ ഹദാക്കിന് കൽപ്പന കൊടുത്തെന്നാൽ,
യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിൻ്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോടിരിക്കത്തക്കവണ്ണം രാജാവ് പൊൻചെങ്കോൽ അയാളെ നേരെ നീട്ടാതിരുന്നാൽ അയാളെ കൊല്ലണമെന്ന് നിയമമുള്ള പ്രകാരം രാജാവിൻ്റെ സകല ഭൃത്യന്മാരും രാജാവിൻ്റെ സംസ്ഥാനങ്ങളിൽ ജനവും അറിയുന്നു. എന്നാൽ എന്നെ ഈ 30 ദിവസത്തിനൊക്കെ രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. അപ്പം ഞാനിപ്പോൾ പോകുന്ന റിസ്കിയാണെന്നാണ് എസ്തേർ പറയുന്നത്. എന്നാൽ അവർ എസ്തേറിൻ്റെ വാക്ക് മൊർദെഖായിയോട് അറിയിച്ചപ്പോൾ മൊർദെഖായി എസ്തേറിന് കൊടുക്കുന്ന ഒരു ആലോചനയുണ്ട്. നമ്മളെല്ലാവരും പിടിച്ചു കുളിക്കുന്ന ഒരു വാക്കത്. ഹല്ലേലൂയ. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറയാൻ കൽപ്പിച്ചത് 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. നീ രാജധാനിയിൽ ഇരിക്കയാൽ എല്ലാ യഹൂദരിൽ വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, ആമേൻ, യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീ നിന്റെ പ്രതിഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം. ഈ വചനം കടമെടുത്ത് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ എന്നെയും നിങ്ങളെയും കർത്താവ് ജീവനോടെ ആയുസ്സോടെ ഇവിടെ സൂക്ഷിച്ചത്. കൊറോണ മഹാമാരി വന്ന് എത്ര പേര് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ, നമ്മളെക്കാൾ കഴിവുള്ളവർ, നമ്മളെക്കാൾ മികവുള്ളവർ, നമ്മളെക്കാൾ എല്ലാ രീതിയിലും സമ്പന്നതയിൽ അല്ലെങ്കിൽ ഉയർച്ചയിലിരുന്നവർ, വിദ്യാഭ്യാസ യോഗ്യതയിലും കഴിവുകളിലും മിടുക്കിലുമൊക്കെ ഉന്നതമായ അനുഭവങ്ങളിൽ ജീവിച്ചിരുന്ന എത്ര പേര് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എന്നെയും നിങ്ങളെയും ദൈവം ജീവനോട് വെച്ചിരിക്കുന്നത് എന്തിനാ? മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞ വാക്യത്തിൽ അതുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെയും എന്നെയും ജീവനോട് വെച്ചിരിക്കുന്നത് ദൈവത്തിന് എന്തോ ചെയ്തു തീർക്കാനുണ്ട്. നിങ്ങളിൽ കൂടെ എന്നിൽ കൂടെ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രി നമ്മെ തന്നെ ദൈവങ്ങളൊക്കെ സമർപ്പിക്കാൻ കഴിയുന്നുണ്ട്. കർത്താവേ, എന്താ നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? എൻ്റെ ജീവിതത്തെ നന്നായി നിന്റെ കരങ്ങളിൽ നിന്ന് ഉപയോഗിക്കപ്പെടുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു. മിസ്രയീമിന്റെ കൊട്ടാരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ എല്ലാ സൗകര്യങ്ങളും രാജകീയമായ നിലയിൽ ജീവിച്ചതായ മോശയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, ആമേൻ, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി താൻ മിസ്രയീം കൊട്ടാരം വിട്ടുപോന്നു. ഹല്ലേലൂയ. ഇന്നൊരു പക്ഷേ നിങ്ങൾ താമസിക്കുന്ന ചുറ്റുപാടിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ട്, ആകർഷണീയമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞോട്ടെ, ദൈവവേദിലെ അല്ലെങ്കിൽ സഹോദര സഹോദരി, സമയം പെട്ടെന്ന് മാറും. അതുകൊണ്ട് കിട്ടുന്ന സമയം, ലഭിച്ച സമയം നഷ്ടപ്പെടുത്താതെ അത് തക്കത്തിൽ ഉപയോഗിപ്പാൻ ഇടയായിത്തീരട്ടെ. ആമേൻ. ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ യൂദയുടെ ലേഖനം വായിക്കുമ്പോൾ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി നാം പോരാടണം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അതിൻ്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. എന്നാൽ 20-ാം വാക്യത്തിൽ യൂദ ഒരു വലിയ മുന്നറിയിപ്പ് തരികയാണ്. നിങ്ങളോ പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചവർ, ദൈവമക്കളായി തീർന്നവർ, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവർ, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മിക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ ലോക ജീവിതം നമുക്ക് ദാനമായി കർത്താവ് തന്നിരിക്കുന്നു. സൗകര്യങ്ങളെല്ലാം നമ്മുടെ കരങ്ങളിൽ ദൈവം തന്നിരിക്കുന്നു. ആരോഗ്യം തന്നു, ബലം തന്നു, കാഴ്ചശക്തി തന്നു, കേൾവിശക്തി തന്നു, ബുദ്ധി തന്നു, ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള കഴിവുകൾ തന്നു, ടെക്നോളജി വൈസ് എല്ലാ സൗകര്യങ്ങളും ദൈവം തന്നു, വാഹനങ്ങൾ തന്നു, ഭവനം തന്നു, ഫാമിലി തന്നു, പ്രിയപ്പെട്ടവരെ തന്നു, കൂട്ടായ്മ തന്നു, ദൈവത്തിൻ്റെ വചനം തന്നു,
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് പുത്രൻ തമ്പുരാൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. അതുകൊണ്ട് യൂദ വിളിച്ചു പറയുന്നു, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. മറ്റാരുമല്ല നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾ തന്നെ ആത്മീക വർധന വരുത്തുന്നതിന് ഉതകുന്ന കാര്യങ്ങൾ ചെയ്യണം. ദൈവവചനം വായിക്കണം, പ്രാർത്ഥിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ദൈവിക കൂട്ടായ്മയിൽ പങ്കെടുക്കണം. അങ്ങനെ നാം തന്നെ നമ്മെ തന്നെ വളർത്തണം. എന്നിട്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. എന്നിട്ടെന്താ? നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കണമെന്ന്. ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കണം. എന്നിട്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും. അടുത്ത വാക്യം പറയുന്നു, സംശയിക്കുന്നവരാ ചിലരോട് കരുണ ചെയ്യുകയും. നിങ്ങൾ തന്നിരിക്കുന്ന സമയം ഉപയോഗിച്ച് ചിലരോട് കരുണ ചെയ്യണം. നിങ്ങൾ തന്നിരിക്കുന്ന സമയം യൂട്ടിലൈസ് ചെയ്തിട്ട് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കണം. അടുത്തത്, ജഡത്താൽ കറ പിടിച്ച് അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോട് കരുണ കാണിപ്പീൻ. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പം, സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ സമയത്തെ നാം ന്യായമായി ദൈവത്തിന് ഇഷ്ടമുള്ള രീതി ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതാണ് അടുത്ത വാക്യം 24-ാം വാക്യത്തിൽ വായിക്കുന്നത്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ വീഴാതെ നിങ്ങളെ സൂക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഈ സന്ദേശം ഇവിടെ ഇതിന് വിരാമം കുറിക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വാക്കുകൂടെ പറയട്ടെ. എനിക്ക് നിങ്ങൾക്കും തന്നിരിക്കുന്ന സമയം വളരെ വിലപ്പെട്ടതാണ്. ഇത് കർത്താവിൻ്റെ ദാനമാണ്. നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സമയം നഷ്ടപ്പെടുത്താതെ ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ, ദൈവനാമത്തിന് മഹത്വം കരേറ്റുന്ന രീതിയിൽ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെറിയ കാര്യമാണെങ്കിലും അത് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ. ഇത് ദുഷ്കാലമാണ്. ഇത് പിശാചിൻ്റെ വലിയ പ്രവർത്തനമുള്ള സമയമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന പിശാചിനോട് എതിർത്ത് അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പത്രോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിശാച് ആരെ വിഴുങ്ങേണ്ടി വന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ഇരിക്കണം. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, ഒടുവിൽ കർത്താവിലും എൻ്റെ അമിത ബലത്തിൽ നിങ്ങൾ ശക്തിപ്പെടുവീൻ. ദൈവത്തിൻ്റെ സർവായുധ പകമെടുത്ത് ധരിപ്പീൻ. പ്രാർത്ഥന, ദൈവവചന പഠനം, ധ്യാനം എല്ലാം നമുക്ക് അനിവാര്യമാണ്. ഈ നാളുകളിൽ അതിനാ ദൈവം നമ്മെ സഹായിക്കട്ടെ.